നിങ്ങളെ കാണാൻ എന്തൊരു രസമാണ്, എല്ലാവരും കൂടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ്. ഈ ഒരു സന്തോഷം, ഈ ഒരു സുഖം നമുക്കൊരിക്കലും മാറാതിരിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ ഗന്ധ LKG കുട്ടികളാ, അത് 4 വരെ. ആദ്യമായിട്ടാണ് ഗാലക്സിയുടെ ഒരു അസംബ്ലി ഇത്ര കാലമായിട്ടും ഞാനിവിടെ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തന്നെ വിഷമം അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. ഇത്ര വർഷമായിട്ട്, ഞാൻ 32 വർഷമായി ഇവിടെ. ഗാലക്സി തുടങ്ങിയിട്ട് കുറച്ച് ശേഷം തുടങ്ങിയതാണ്. ഞങ്ങൾ വലിയ കുട്ടികളോട് ഒന്നും പറയണ്ട, ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ താല്പര്യം. കാരണം ഇങ്ങനെ പ്രസംഗം കേട്ടിട്ടൊന്നും പറ്റില്ല, അതുകൊണ്ട് കൂടെ സമയം നിൽക്കുന്നില്ല കുട്ടികളെ. അപ്പോ എല്ലാവരും ഇപ്പൊ മിടുക്കരും മിടുക്കികളുമാണ് അല്ലേ? നല്ല കുട്ടികളല്ലേ എല്ലാവരും? അല്ലേ? നല്ല കുട്ടികളല്ലേ? എല്ലാവർക്കും വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? രാവിലെ ഭക്ഷണം കഴിക്കാറില്ലേ? ഉച്ചയ്ക്ക്, രാത്രി വെള്ളം നന്നായി കുടിക്കാറുണ്ടോ? വെള്ളം കൊണ്ടുവരാറുണ്ടോ? പറ്റുന്നത്ര ആൾക്കാർ വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കിയിട്ട് സ്റ്റീൽ ബോട്ടിലാക്കി മാറ്റുക. അങ്ങനെ തന്നെയാണ് ചെയ്യണത് അല്ലേ? അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഓ, നല്ല കുട്ടികളാണല്ലോ. വീട്ടുകാരും നല്ല വീട്ടുകാരാണ്. അപ്പോ നന്നായി ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ചിക്കനും പൊറോട്ടയും കുഴിമന്തിയൊക്കെയാണോ നല്ല ഭക്ഷണം? അത് നല്ല ടേസ്റ്റ് ഉള്ളതായി തോന്നുന്ന ഭക്ഷണമാണ്. അപ്പൊ നല്ല ഭക്ഷണമല്ല. നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്ന സാധനങ്ങള്, പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം. മറ്റു കഴിക്കേണ്ടെന്നല്ല, അപ്പൊ വല്ലപ്പോഴും മാത്രം കഴിക്കുക. നമുക്ക് വലുതാവണ്ടേ? വലുതായിട്ട് വലിയ വലിയ ജോലികളിലൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അതിനൊക്കെ വേണമെങ്കിൽ ആരോഗ്യം നന്നാവണം. ആരോഗ്യം നന്നാവണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇത്തരം ഭക്ഷണം, കുഴിമന്തിയോ ചിക്കന്റെ പിന്നാലൊന്നും പോകരുത്. മറ്റ് നമ്മുടെ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ചെയ്യണം കേട്ടോ. ചെയ്യില്ലേ? അപ്പൊ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളൊക്കെ വലിയ ആളുകളായിട്ട് മാറും, വലിയ കുട്ടികളായിട്ട് മാറും. അപ്പോഴും ഈ മുഖത്തെ നിഷ്കളങ്കതയും ചിരിയും ഒന്നും മായരുത്. ഇവിടെ ഇപ്പൊ ആരും ഉണ്ടാവില്ല സ്വന്തമായിട്ട് മൊബൈൽ ഫോണുള്ള എത്ര പേർക്കുണ്ട്? അച്ഛനും അമ്മയ്ക്കല്ല, സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ആരും ഇല്ല അല്ലേ? ഒരാൾക്കുണ്ട്. അവൻ അതെ അതെ, കുറെ പേരുണ്ട്, ആരും പറയാത്ത. ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ അവരിലേക്ക് രക്ഷിതാക്കളോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് കൊടുക്കരുത് എന്ന് പറയണം. സ്വന്തമായിട്ട് പുസ്തകം വാങ്ങി കൊടുത്തോട്ടെ കുട്ടികൾക്ക്. ചെറിയ ചെറിയ കഥകൾ വായിക്കട്ടെ, കഥകൾ ശീലിക്കട്ടെ. ഇപ്പോഴേ നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കരുത്. അച്ഛന്റെയോ അമ്മയുടെയോ മൊബൈൽ ഫോൺ നോക്കിയിട്ട് എന്തെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കണ്ണൊക്കെ കേടുവരും. കണ്ണ് കേടുവരണോ? വേണ്ടല്ലോ. എല്ലാം കാണണ്ടേ? എല്ലാം കേൾക്കണ്ടേ? അങ്ങനെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ ഒന്നും കാര്യമായിട്ട് ഉപയോഗിക്കരുത്. മുതിർന്ന ആളുകൾക്ക് പിന്നെ ഉപയോഗിക്കാം. നിങ്ങൾ ചെറിയ കുട്ടികളാണ്. ഈ വളരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്, കേൾക്കരുത് കേട്ടോ. നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, കേൾക്കുക. ഏത് ജാതി, ഏത് മതമാണെങ്കിലും വൈകുന്നേരങ്ങൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പ്രാർത്ഥന ചെയ്യാം, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. അതൊന്നും മുടക്കാതിരിക്കുക, നല്ല മനസ്സോടുകൂടി ഇരിക്കുക. പുസ്തകം പറ്റുമെങ്കിൽ വായിക്കുക. വല്ലവരും വായിക്കാറുണ്ടോ? ചെറു കഥകളൊക്കെ വായിക്കാറുണ്ടോ? മിടുക്കരാണല്ലോ, മിടുക്കലാണല്ലോ. നന്നായി വായിക്കുക കേട്ടോ. അത് മുഴുവനൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും വായിക്കുക, മുഴുവനും മനസ്സിലായില്ലെങ്കിൽ പോലും വായിക്കുക. പാട്ട് കേൾക്കാറുണ്ടോ? വീട്ടിലെ തൊടിയിൽ പക്ഷികളൊക്കെ കാണാറുണ്ടോ? പക്ഷികൾക്ക് വെള്ളം കൊടുക്കാറുണ്ടോ? മതി. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒപ്പമുള്ളവർക്കും ഭക്ഷണം കഴിക്കണം. ഒപ്പമുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ല കേട്ടോ. തൊടിയിൽ വരുന്ന പക്ഷികള്, മറ്റു മൃഗങ്ങളൊക്കെ നമ്മുടെ ഒപ്പമുള്ളവരാണ്. ഈ മരം നമ്മുടെ ഒപ്പമുള്ളതാണ്. മരത്തിനെ ഉപദ്രവിക്കാതിരിക്കുക, ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക, പക്ഷികളെ ഉപദ്രവിക്കാതിരിക്കുക, ഒന്നിനെയും ഉപദ്രവിക്കാതെ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ വളരണം. ചിലപ്പോൾ സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിലും ഇവിടെ മാഷ് പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? വലുതാവുമ്പോൾ ഓർമ്മ വരില്ലേ? ആരെയും ഉപദ്രവിക്കരുത് കേട്ടോ. ആരെയും വിഷമിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് നന്നായിട്ട് വായിക്കണം. ഒരു 4 വരി കവിത പാടി തന്ന കൂടെ പാടുവോ? അല്ലേ? എല്ലാവർക്കും ആവേശല്ലേ? എല്ലാവരും ചിരിയോട് നിൽക്കൂ. ചിരിക്കാൻ അറിയില്ലേ? ഒന്ന് ചിരിക്കൂ. അതല്ലേ, ചിരി കാണുമ്പോ, ചിരി എന്ന് പറഞ്ഞ വെളിച്ചാണേ. ചിരി എന്ന് പറഞ്ഞ് വിളിച്ചാണ്. നമ്മുടെ ഒരാളെ കാണുമ്പോൾ ചിരിച്ചാൽ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു.
ആ ആൾക്ക് നമ്മളോട് അടുപ്പുണ്ടാവും. ഗൗരവത്തോടുകൂടി നിന്നാൽ ഇഷ്ടമുണ്ടാവില്ല അല്ലേ? നിങ്ങൾക്ക് ചിരിയല്ലേ ഇഷ്ടം അല്ലേ? ആ അതെ. എവിടെ പോകുമ്പോൾ നന്നായി ചിരിക്കുക. ചിരിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഉണ്ടാകാം, അതല്ലെന്ന് പറഞ്ഞു. പൊതുവായിട്ട് മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ചിരിക്കുക എപ്പോഴും കേട്ടോ. ആ ചിരി ശീലിക്കുക. ആ ചിരി ശീലിച്ചാൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ്. പൂച്ച നല്ല പൂച്ച, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം, പാലുവെച്ച പാത്രം, വൃത്തിയാക്കി വെച്ചു, വൃത്തിയാക്കി വെച്ചു. ആരൊക്കെ വീട്ടിലാ പൂച്ചയുള്ളത്? ഉണ്ടോ? ഇത്രക്കാക്കൊരു പൂച്ചയുണ്ടോ? ആ പൂച്ച പാല് കുടിക്കില്ലേ? ആ പൂച്ച പാല് കുടിക്കുന്ന പോലെ ഒരു പഴഞ്ചൊല്ലി കൂടി ഉണ്ട് കേട്ടോ. കണ്ണടച്ച് കുടിക്കില്ലേ ചിലപ്പോ. പൂച്ച വിചാരം ആരും കാണില്ല എന്നാണ്, പക്ഷേ നമ്മളെല്ലാവരും കാണില്ലേ? ആ അത് കള്ളത്തിനൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കും ആരും കാണില്ല എന്ന്, പക്ഷെ എല്ലാവരും കാണും. ഏത് കാപട്യം ചെയ്താലും, ഏത് കൊലപാതകമൊക്കെ കാണും, എന്ത് ചെയ്താലും നമ്മൾ വിചാരിക്കും ആരും അറിയില്ല. അറിയും. എന്തെങ്കിലുമൊക്കെ ചില തെളിവുകൾ അവിടെ ബാക്കിയാവും. അതുകൊണ്ട് കുട്ടികൾ അത്തരത്തിലേക്ക് പോകരുത്. ഇപ്പൊ ചൊല്ലിയ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ് എന്ന കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ തന്നെ.